ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാന്റെ യഥാർത്ഥ മുഖം ബോധ്യപ്പെടുത്തുവാനുള്ള എംപിമാരുടെ ആദ്യ പ്രതിനിധി സംഘം ജപ്പാനിലേക്ക് പുറപ്പെട്ടു. സഞ്ജയ് കുമാർ ഝാ നയിക്കുന്ന സംഘത്തിൽ ജോൺ ബ്രിട്ടാസും അംഗമാണ്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിക്കുക വഴി പഹൽഗാം ആക്രമണത്തിലുള്ള മറുപടിയാണ് പാകിസ്ഥാൻ നൽകിയതെന്ന് ലോകരാജ്യങ്ങളെ അറിയിക്കും. ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാന് സാമ്പത്തിക സഹായം നൽകരുതെന്ന് അഭ്യർത്ഥിക്കും. പാക് ഭീകരതയുടെ ഇരയാണ് ഇന്ത്യ എന്ന നിലപാട് തെളിവുകൾ നിരത്തി ബോധ്യപ്പെടുത്തും. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിൽ പുനഃപരിശോധന ഉണ്ടാകില്ലെന്നും ഇന്ത്യ വിശദീകരിക്കും. ശിവസേന എം പി ശ്രീനാഥ് ഏക്നാഥ് ഷിൻഡെ നയിക്കുന്ന രണ്ടാമത്തെ സംഘം UAE പുറപ്പെട്ടു. UAE പുറമെ ആഫ്രിക്കൻ രാജ്യങ്ങളും സംഘം സന്ദർശിക്കും. ടി മുഹമ്മദ് ബഷീറും സംഘത്തിലുണ്ട്. കനിമൊഴി, ശശി തരൂർ, സുപ്രിയ സുലെ, രവിശങ്കർ പ്രസാദ്, ബൈജയന്ത് പാണ്ഡെ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘങ്ങൾ വരും ദിവസങ്ങളിൽ യാത്ര തിരിക്കും. ചൈന, തുർക്കി എന്നീ രാജ്യങ്ങൾക്ക് സംഘങ്ങൾ പോകുന്നില്ല. അതേസമയം കേന്ദ്ര സർക്കാരിന്റെ നയതന്ത്ര നീക്കത്തിൽ കോൺഗ്രസ് വിമർശനം കടുപ്പിച്ചു. പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്ന ആവശ്യവും ആവർത്തിച്ചു. സർവകക്ഷി സംഘത്തെ അയക്കുന്നത് യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുവാനുള്ള ശ്രമമാണെന്ന് കോൺഗ്രസ് വിമർശിച്ചു.